ഇപ്പൊ റിവ്യൂടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ പൊതുവെ ഇപ്പൊ സിനിമകളിൽ ഇറങ്ങുമ്പോൾ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ പലപ്പോഴും വിലയിരുത്തുന്നത്. ഇപ്പൊ തിയേറ്റർ റെസ്പോൺസ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ സിനിമ കണ്ടിട്ട് വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞ റിവ്യൂ. അപ്പൊ ചിലർ ഭയങ്കര മോശമായി പറയുമ്പോൾ സിനിമ മുഴുവനായിട്ട് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയും വരാറുണ്ട്. ഇപ്പൊ സന്തോഷേട്ടൻ ഒരു റിവ്യൂവർ ആയിട്ട് വന്നതാണ്. അപ്പോ എന്താണ് റിവ്യൂ ഒരു സിനിമയെ നശിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത്? ഒരു പ്രേക്ഷകർ നഷ്ടപ്പെടുന്ന 150, 180 rupees പ്രൊഡ്യൂസറിന് കോടികൾ നഷ്ടപ്പെടും. അങ്ങനെ ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. ഇവര് എപ്പോഴെങ്കിലും ഒരു തിയേറ്ററിൽ പോയി ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയാൽ ഒരു സിനിമ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലായി. ഞാൻ തന്നെ ഒന്നിട്ട് ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴാണ് ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കിയത്. ഈ റിവ്യൂവിന് പലരും അത് ചെയ്തിട്ടില്ല. ഫോക്ക് ഉൾപ്പെടെ പല ആൾക്കാർ ഒരു ഷോർട്ട് ഫിലിമിലോ ഒരു ഫിലിമിലോ അഭിനയിച്ചാൽ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. മറ്റേ കാര്യം പറയുന്നത് ഒരാൾക്ക് പ്രേക്ഷകർ 150 രൂപ പോകുമ്പോൾ പ്രൊഡ്യൂസറിന്റെ കോടിക്കണക്കിന് രൂപ പോകും. അതിപ്പോ ചിന്തിക്കുന്നില്ല. അപ്പൊ റിവ്യൂ ശരിക്കും സിനിമയെ നശിപ്പിക്കുന്നുണ്ട്. ഞാനത് ഒരുപാട് വേദികൾ പറഞ്ഞു. ഞാനിപ്പോ ഫുൾ സിനിമയാണ്. ഞാൻ പഠിപ്പിക്കൽ പണിയില്ല. എനിക്ക് സബ്ജക്ട് അറിഞ്ഞൂടാ. എങ്ങനെയൊക്കെ ഇപ്പൊ ഇത്രയൊക്കെ പൊട്ടി വന്നതാണ് കേട്ടോ. എനിക്ക് ബയോളജി അറിഞ്ഞൂടാ, ജെനറ്റിക്സ് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ, നിർത്തി. ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിക് ഫീൽഡിൽ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ഷനും പ്രൊഡക്ഷനും അതിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളും പഠിച്ചുകൊണ്ടിരുമ്പോഴാണ് വർക്കി പറഞ്ഞതുപോലെ സത്യം പറഞ്ഞാൽ 100 കണക്കിന് പേരാണ് ഒരു സിനിമയുടെ പിന്നാമ്പുറത്ത് പണി ചെയ്യുന്നത്. ഒരു വർക്ക് ഇറങ്ങി തിയേറ്ററിലെത്താൻ ആ വർക്ക് 6 മാസത്തിൽ കൂടുതൽ വരെ പോകും. ഇതെല്ലാം ചെയ്തിറക്കാൻ ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ വർക്കില്ല. നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഇല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകൾ കൂട്ടിയിടാം. കാരണം സിനിമയില്ല, ആർട്ടിസ്റ്റുകളില്ല, സൂപ്പർ സ്റ്റാർസ് ഇല്ല, ടെക്നീഷ്യൻസ് ഇല്ല, ആരുമില്ല. ഇനി ഈ റിവ്യൂ ഈ നെഗറ്റീവ് റിവ്യൂ ഇടുന്ന പിന്നെ എന്തോ ശരിയാണ് അവർക്ക് ഇടാനുള്ളത്. അപ്പോ ഈ സോഷ്യൽ മീഡിയയില് പണം ഉണ്ടാക്കാനുള്ള ഉപാധികൾ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ കുറെ പേര് എന്ത് ചെയ്യും. ഇപ്പൊ എനിക്കും ഉണ്ട് യൂട്യൂബ്, എൻ്റെ യൂട്യൂബ്, അതിനകത്ത് കുറെ ഫോളോവേഴ്സ് ഉണ്ട്. ഞാനിടുന്ന നല്ല സത്യസന്ധമായതും കറക്റ്റായിട്ടുള്ളതും കുട്ടി പഠിക്കേണ്ടത് ഇടും. ഇപ്പം 1.5 ലക്ഷം പേര് അധികം ഉണ്ടെന്ന് വെച്ചോ. ഒരു മാസം കൊണ്ട് ആകെ കാണുന്ന 1500 പേരാണ്. മനസ്സിലായ? എന്നാ നല്ലതേ ഞാൻ. അപ്പോ വേറെ കുറെ പേര് ഇടുന്ന ചില സാധനങ്ങളുടെ തമ്പുരയിൽ ഇതിൽ കയറി നോക്കിയാൽ നീ ഞെട്ടും. അതെ, കയറി നോക്കിയപ്പോ ഞൊട്ടി. പക്ഷെ ഈ ഞൊട്ടിയവർക്ക് എത്ര പ്രാവശ്യം 1.5 മില്യൺ പേരാണ് കയറി ഞെട്ടിയത്. മനസ്സിലായ? ഈ ഞെട്ടിക്കഴിഞ്ഞ കുറെ പേർക്കെതിരെ ഇപ്പൊ കേസും കൊണ്ട് കിടക്കുന്നുണ്ട് ആരൊക്കെയോ ചിലര്. മനസ്സിലായില്ലേ? ഈ ഞെട്ടിക്കഴിഞ്ഞപ്പോ കമന്റ് ഇടണ്ടേ? കമന്റ് ഇടുമ്പോ ഇപ്പൊ കമന്റ് ഇട്ട കേസായി, പോലീസായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ ഇനിയിപ്പം ഈ പറയുന്ന റിവ്യൂ എന്ന് പറയുന്ന സാധനം നല്ലതുപോലെ വന്നില്ലെങ്കിൽ അവർക്കും പണി കിട്ടും. അപ്പൊ നമ്മള് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞോ. ഞാൻ ആ പേരിലൊന്നും വർക്ക് ചെയ്യും. നിനക്ക് കിട്ടിയത് ഇനി നിനക്ക് ഇടി വാങ്ങിച്ചോ, ഞാൻ ഇടി വാങ്ങിക്കാൻ തയ്യാറല്ല. അപ്പൊ നമ്മൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ പറഞ്ഞ ഒരു വചനം അറിയാം. ധർമ്മ അർത്ഥ കാമം. ധാർമ്മികമായി ഉണ്ടാക്കുന്ന പണം കൊണ്ട് വേണം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ. ജനങ്ങളെ പറ്റിച്ചതും സൂത്രത്തരത്തിലും ഉണ്ടാക്കി വിയർക്കാതെ ഉണ്ടാക്കുന്ന പണം കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവന്നങ്ങ് ജീവിച്ച് കളയാന്ന് വെച്ചാൽ അതത്ര പെട്ടെന്നൊന്നും ജീവിക്കാൻ പറ്റില്ല. ഒന്നീ നമുക്ക് പണി കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പണി കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് പണി കിട്ടും, ഇല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക് പണി കിട്ടും. അത് ഉറപ്പാണ്. കാരണം അത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ എനർജി കർമ്മ അത് കൃത്യമായി അടിച്ചിരിക്കും. ആ അടി കൊള്ളാതിരിക്കണമെങ്കിൽ നമ്മൾ കൂലിപ്പണി, നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത 10 രൂപയ്ക്ക് അതിനകത്ത് 1 രൂപ 2 രൂപ ആരെയും സഹായിക്കാൻ പറ്റുക ചെയ്യുക. ബാക്കിയുള്ളത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നന്നായി ജീവിക്കുക. കുറച്ച് മാറ്റി വെച്ചിട്ട് സേവ് ചെയ്താൽ അത്രയും നല്ലത്. പക്ഷേ ജനങ്ങളെ പറ്റിച്ച് ചില ഒരുപാട് സോഷ്യൽ മീഡിയയിലെ പലരും പൈസ ഉണ്ടാക്കുന്ന മാർഗ്ഗം ലക്ഷങ്ങളാണ് അവരുണ്ടാക്കുന്നത്. മനസ്സിലായി? പക്ഷെ നിങ്ങളൊരു സർവേ നടത്തണം. ഇതിൽ നിന്ന് ലക്ഷം ഉണ്ടാക്കിയ പലരും കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ലക്ഷം ഉണ്ടാക്കിയ പലരുടെ ഇന്നത്തെ അവസ്ഥ എന്ത്, അടുത്ത വർഷത്തെ അവസ്ഥ എന്ത്, ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജെനുവിനായിട്ടുള്ളതും ശരിയായിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർ നിലനിന്ന് പോകുന്നതും കാണാം. ബാക്കി പലരും എവിടെയെങ്കിലുമൊക്കെ പൊട്ടും. അത് ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. ഒന്നി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരം കാണില്ല, ഇല്ലെങ്കിൽ പിള്ളേർ പണി കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. അത് അങ്ങനെയാണ് കർമ്മ ബൂമറാങ്ങായിട്ട് വന്ന് അടിച്ചിരിക്കും. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇന്നത്തെ ഇപ്പം ഞാനിത് അത്രയും പ്രസംഗിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഫ്യൂച്ചർ ഈ തലമുറയെ പുതിയ തലമുറയെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, അവർ പെട്ടെന്ന് വിജയത്തിലേക്ക് വരും. പക്ഷെ അവർക്ക് ഈ സത്യം പറഞ്ഞു കൊടുക്കാൻ ഇന്ന് പലരും ഇല്ല. ഈ ഒരു ശരിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ പലയിടത്തുമൊക്കെ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങളൊന്ന് ആലോചിക്കും. ഇപ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ എല്ലാം ആന്തരികമായി സൃഷ്ടിക്കപ്പെട്ടൊന്ന് ആലോചിക്കുക. ഇനി ഒന്നും വേണ്ട, ഒരു സാധനം കല്യാണം കഴിച്ചില്ല ബാച്ചിലറാണ്,
ബാച്ചിലർ. കല്യാണം കഴിക്കുമല്ലോ അല്ലേ? കഴിക്കില്ലേ? ഒന്നായി ആ പറഞ്ഞ പുള്ളിക്കാരന്റെ ഒരു വിത്ത്, പുള്ളിക്കാരന് പടച്ചവൻ ദൈവം കോടാനുകോടി വിത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു വിത്ത് കാണാൻ പോലും പറ്റാത്ത സ്പേം എന്ന് പറയുന്ന സെമൻ അല്ല സ്പേം, ആ സ്പേം എന്ന് പറയുന്ന അത്ര അൾട്രാ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അത്രയും സാധനമാണ് വന്ന് വീണിട്ട് ഒരു കുഞ്ഞായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. സോ ആ മൈക്രോ ലെവലിനകത്ത് ആ കുഞ്ഞിന്റെ കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ഹൃദയമുണ്ട്, ലങ്സ് ഉണ്ട്, കിഡ്നി ഉണ്ട്, എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ആ ഒരു സാധനത്തിനെ ഡാമേജ് ആക്കിയിട്ടാണ് അങ്ങോട്ട് അയച്ചു തന്നാലോ ജനിക്കുന്ന കൊച്ചെങ്ങനെ ഇരിക്കും? തന്നല്ലോ. ഈ വന്നു ചേരുന്നതിൽ ഈ പറഞ്ഞ സനയിലും ഇതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു മൈക്രോ ലെവൽ സാധനം ഇരിപ്പുണ്ട്. അതിന്റെ പേരാണ് അണ്ടം അല്ലെങ്കിൽ എഗ് ഓർ ഓവം. അതിനകത്തും കംപ്ലീറ്റ് ക്രോമസോം 23 ക്രോമസോമും 40,000 ജീനുകളും കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് ഇന്ന് വരെ സനയുടെ ഉപ്പുപ്പാന്റെ ഏതാണോ തുടങ്ങിയത് നമ്മുടെ അപ്പനും അമ്മൂമ്മ തൊട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അതിനകത്തുണ്ട്. തന്നല്ലോ. അതിനെ ഏതെങ്കിലും ഒരു മൈനർ ലെവലിൽ ശംഭു വെച്ചിട്ടോ പാൻഗ്ര വെച്ചിട്ടോ ബിയർ അടിച്ചിട്ടോ സിഗരറ്റ് വലിച്ചിട്ടോ ടൈറ്റ് വസ്ത്രങ്ങൾ ധരിച്ച് ചൂടടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടോ മെഡിസിൻ ഓവറായിട്ട് കഴിച്ചിട്ടോ കാലാവസ്ഥയ്ക്ക് ചേരാത്ത വസ്ത്രങ്ങൾ ധരിച്ചിട്ടോ അല്ലെങ്കിൽ ആ ലെവലിൽ ഏതെങ്കിലും 8 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ സാഹചര്യം കൊണ്ട് ആ അണ്ടത്തിലെ ഒരു ജീനിനാണ് ഒരു കുഞ്ഞ് ഡാമേജ് സംഭവിച്ചത്. കണ്ണിന്റെ ജീൻ ഡെവലപ്പ് ചെയ്യേണ്ടത് പോയി, അല്ലെങ്കിൽ ബുദ്ധിയുടെ ജീൻ ഡെവലപ്പ് ചെയ്യേണ്ടത് പോയി, അല്ലെങ്കിൽ കൈ ഡെവലപ്പ് ചെയ്യേണ്ട ജീനിന് ഡാമേജ് വന്നിട്ടാണ് ആ അണ്ടത്തിലാണ് നേരത്തെ പറഞ്ഞ സ്പേം ആ മൈക്രോ തമ്മിൽ ചേർന്നിട്ടാണ് ആ ഒരു കുഞ്ഞ് മുളച്ചു വരുന്നതെങ്കിൽ ആ കുഞ്ഞാണ് ആ തെറ്റ്. ആ കുഞ്ഞ് എന്ത് പഴച്ചു? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ശരിയല്ലേ? അതിലാണ് ഒരു വേദഗ്രന്ഥത്തിൽ ഖുറാനിൽ കൃത്യമായി പറഞ്ഞത്, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞത്, വേദത്തിൽ പറഞ്ഞത്, നല്ല വിത്തുകൾ നല്ല പുരയിടത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃക്ഷങ്ങൾ വളർന്നു വരും. ശരിയാണ്? മനസ്സിലായോ? രോഗം വന്ന വിത്തുകൾ അല്ലെങ്കിൽ തോന്നിയവാസമായിട്ടുള്ള വിത്തുകൾ കൊണ്ടുവന്ന് മോശപ്പെട്ട പുരയിടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ജോക്കറുകൾ പൊങ്ങി വരും, കളകൾ പൊങ്ങി വരും, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ആ വേദത്തിൽ പറഞ്ഞപ്പോൾ ബൈബിളിലോ ഖുറാനിലോ ഒക്കെ പറഞ്ഞതുപോലെ നല്ല വിത്ത് നല്ല പുരയിടത്തിൽ വീണ് കഴിഞ്ഞാൽ നല്ല വൃക്ഷങ്ങൾ വളരും, അല്ലേ? എന്ന് പറഞ്ഞാൽ നല്ല പുരുഷൻ മീൻസ് കുളിച്ച് സ്പ്രേ അടിച്ചതല്ല, നല്ല ബുദ്ധിയും നല്ല യുക്തിയും നല്ല വകതിരിവും നല്ല ബോധത്തോടെ പ്രവർത്തിക്കുന്ന നല്ലൊരു പയ്യൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, ആ വിത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയിലാണ് കിട്ടുന്നതെങ്കിൽ ആ സംഭവം അവിടെ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ ജനിക്കും. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ നല്ല കുട്ടി ഞാൻ ഉദ്ദേശിച്ചത് ബോധവും വിവരവും വകതിരിവും ഉള്ളതിനെയാണ്, അല്ലാതെ സൗന്ദര്യത്തിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്.